എല്ലാ കൂട്ടുകാർക്കും അമ്പലക്കണ്ടി വിൻപോയിന്റിൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഞാൻ ജിൻഡോ ജോസഫ്. കഴിഞ്ഞ ക്ലാസ്സിൽ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫസ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ ചാർജുകളെ പറ്റി ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ കുളംസ് ലോ അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനിയും കാണാത്ത കുട്ടികളുണ്ടെങ്കിൽ ആ വീഡിയോ എടുത്തിട്ടൊന്ന് കാണുക. എങ്കിൽ മാത്രമേ ഈ ടോപ്പിക് വരുമ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫുൾ ഡിസ്കസ് ചെയ്യുക കുളംസ് ലോ ന്യൂമറിക്കൽസ് ആണ്, പ്രോബ്ലംസ് ആണ്. ബിക്കോസ് ദിസ് ചാപ്റ്റർ ഈസ് ക്വൈറ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ന്യൂമറിക്കൽ ടു. ന്യൂമറിക്കലും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുളംസ് ലോ ന്യൂമറിക്കലാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുക. നോക്കിയോളൂ, എന്തായിരുന്നു കുളംസ് ലോ നമ്മൾ പഠിച്ചത്? ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓഫ് റിപ്പൾഷൻ ബിറ്റ്വീൻ ടു ചാർജ് പാർട്ടിക്കിൾ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അറിയാലേ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രൊഡക്റ്റ് ഓഫ് ദെയർ ചാർജസ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ നമുക്കറിയാം Q1 Q2 രണ്ട് ചാർജ് ഉണ്ടെങ്കിൽ ഫോഴ്സ് F is equal to ഇക്വേഷൻ മാത്രം എഴുതുകയാണ് 1/4πε0 Q1 Q2 by r square. This is a magnitude. പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മോസ്റ്റ് ഓഫ് ദി കേസസ് മാഗ്നിറ്റ്യൂഡാണ് വേണ്ടത്. 1/4π ഇതിൻ്റെ ഒരു വാല്യൂ 9 × 10⁹, റൈറ്റ്? ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ കൂളം റേസ് ടു -2. അപ്പോൾ ഇനി നമ്മൾ പറയാണ്, പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. ഒരു സ്റ്റാർട്ടിങ് ചെറിയൊരു പ്രോബ്ലം ചെയ്തു തുടങ്ങാം. സേ ഇവിടെ ഞാനൊരു +2 മൈക്രോ കുളം വെക്കുകയാണ്, ഇവിടെ ഞാനൊരു +5 മൈക്രോ കുളം വെക്കുകയാണ്. സേ ദിസ് ഈസ് ദ ലൊക്കേഷൻ, ഹിയർ ഇൻ ദിസ് I am keeping two charge particle in x-axis. രണ്ട് ചാർജ് പാർട്ടിക്കിളിനെ x-axis വെക്കുകയാണ് അറ്റ് എ ഡിസ്റ്റൻസ് 4 മീറ്ററിൽ വെക്കുകയാണ്. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓർ റിപ്പൾഷൻ? വാട്ട് ഈസ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദം? റെഡി? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കാണണം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ +2 കുളമാണ്, ഇവിടെ +5 കുളമാണ്. പോസിറ്റീവ് ലൈക്ക് ചാർജസ് റിപ്പൽ. അപ്പോൾ ഈ ചാർജിൻ്റെ മുകളിൽ ഓൺ ദിസ് ചാർജ് പാർട്ടിക്കിൾ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ഉണ്ടാവും, ദാറ്റ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. On this charge particle, positive repulsion, no doubt, in this direction. Ready? So in the value നമുക്ക് ഏതെങ്കിലും ഒരു ഫോഴ്സ് കാണാം. This is the force. I am marking this as the first particle, this as the second particle. So I am writing force acting on 1 due to 2. Force acting on 1 due to 2. Equation 1/4πε0. 1/4πε0 value എത്രയാ? 9 × 10⁹. Q1 Q2. What is Q1? Q1 എന്ന് പറയുന്നത് ഫസ്റ്റ് ചാർജ് 2 മൈക്രോ 10⁻⁻6. വെരി ഗുഡ്. കുറച്ച് കുട്ടികളൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് കേട്ടോ. 10⁻⁻6 ഫസ്റ്റ് ചാർജ്. സെക്കൻഡ് ചാർജ് 5 മൈക്രോ 5 × 10⁻⁻6 ഡിവൈഡഡ് ബൈ r സ്ക്വയർ. ഡിസ്റ്റൻസ് എത്രയാണ്? 4 സ്ക്വയർ. റൈറ്റ്? ചെയ്തോളുക, കാൽക്കുലേറ്ററിൽ ചെയ്യുക. 9 × 2 18 + 18 × 5 90 × 10⁻⁻12 3 10⁻⁻3 ഡിവൈഡഡ് ബൈ 16. 90/16 ചെയ്യുക ഇൻറ്റു 10⁻⁻3. സിൻസ് ഫോഴ്സ് ദിസ് ഇസ് എ ന്യൂട്ടൺ. അപ്പോൾ അവർ ചോദിക്കുകയാണ്, മക്കളെ നിങ്ങൾ ഇത് മാഗ്നിറ്റ്യൂഡാണ് എങ്കിൽ ഇതിനെ വെക്ടറിൽ എഴുതൂ. സോ വെക്ടറിൽ എഴുതാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? നിങ്ങൾക്ക് വേണം ഇവിടെ ഒരു യൂണിറ്റ് വെക്ടർ. അപ്പോൾ x-ആക്സിസിലുള്ള യൂണിറ്റ് വെക്ടർ നിങ്ങൾക്കറിയാം I, y-ആക്സിസിൽ J. സോ ഇൻ ദിസ് ഡയറക്ഷൻ യൂണിറ്റ് വെക്ടർ ഈസ് I. സോ വാട്ട് ഈസ് ഇൻ ദിസ് ഡയറക്ഷൻ? ദിസ് ഇസ് നോ ഡൗട്ട് -I. അപ്പോൾ യൂണിറ്റ് വെക്ടറിലാക്കാൻ യൂണിറ്റ് വെക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ലെഫ്റ്റിലേക്കാണ്. അപ്പോൾ ലെഫ്റ്റിലേക്കുള്ള യൂണിറ്റ് വെക്ടർ എന്താ? ദിസ് ഡയറക്ഷൻ x. പോസിറ്റീവ് x മീൻസ് I. ചെറിയ ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ. അപ്പോൾ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകുന്നത് -I. സോ ഐ ക്യാൻ സേ -I ക്യാപ്. സോ വിച്ച് ഇസ് ഈക്വൽ ടു -90/16 ഇൻറ്റു 10⁻⁻3 I ക്യാപ് ന്യൂട്ടൺ. റൈറ്റ്? അപ്പോൾ ചോദിക്കുകയാണ്, വാട്ട് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ 2/1? അപ്പോൾ നിങ്ങൾ പിന്നെയും കാൽക്കുലേറ്റ് ചെയ്യാൻ പോകണ്ട. എന്തുകൊണ്ടാണ്? കാരണം അതിൻ്റെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കൂളംസ് ലോ ഒബൈസ് വാട്ട്? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഒരു ഫോഴ്സ് മൈനസ് ആണെങ്കിൽ നെക്സ്റ്റ് ഫോഴ്സ് എന്തായിരിക്കും? പോസിറ്റീവ്. ഒരു ഫോഴ്സ് പോസിറ്റീവ് ആണ്, നെക്സ്റ്റ് ഫോഴ്സ് നെഗറ്റീവ്. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് വാട്ട്? 90/16 ഇൻറ്റു 10⁻⁻3 ന്യൂട്ടൺ. ഇൻ വിച്ച് ഡയറക്ഷൻ? ദിസ് ഫോഴ്സ് എങ്ങോട്ടാണ് പോകുന്നത്? പോകുന്നത് I ഡയറക്ഷനിലാണ്. സോ ഇൻ I ക്യാപ്.
Ready? This is the first problem, base problem. Just രണ്ട് ചാർജ് എടുത്തു, എന്ത് കണ്ടുപിടിച്ചു? ഫോഴ്സ് കണ്ടുപിടിച്ചു. നിങ്ങൾക്ക് എക്സ് ആക്സിസ് വൈ ആക്സിസ് അവർ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ വെക്ടറിലേക്ക് മാറ്റിക്കോളൂ. ഇഫ് ദർ നോട്ട് സ്പെസിഫൈയിങ് ഓക്കെ ഫൈൻ, നോ പ്രോബ്ലം. അതർവൈസ് യു ജസ്റ്റ് റൈറ്റ് R21 or R12. റെഡി? അപ്പോൾ ഇതാണ് സ്റ്റാർട്ടിംഗ് പ്രോബ്ലം, ബേസ് പ്രോബ്ലം ആണ്. ഗോയിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. നിങ്ങൾക്ക് രണ്ട് ചാർജ് പാർട്ടിക്കിൾ, 2 charge particles are hanged. 2 charge particle of mass 1 milligram. Mass തന്നിട്ടുണ്ട് 1 milligram mass. 2 positive charge plus Q and plus Q. Plus Q and plus Q. അപ്പോൾ രണ്ട് പോസിറ്റീവ് ചാർജ് ഇങ്ങനെ ഹാങ് ചെയ്താൽ എന്താ സംഭവിക്കുക? ബിക്കോസ് ഓഫ് ദ റിപ്പൽഷൻ അവരെന്ത് ചെയ്യും? ഇല്ലേ, ദേ വിൽ മേക്ക് എൻ ആംഗിൾ ഓവർ ഹിയർ. ഒരു ആംഗിൾ എത്തുന്നിട വരെ അവരെന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. പോസിറ്റീവ് പോസിറ്റീവ് വെക്കുകയാണെങ്കിൽ. സോ ലൈക്ക് ചാർജസ്, ബിക്കോസ് ഓഫ് ദിസ് ലൈക്ക് ചാർജസ് ദേ റിപ്പൽഡ് ഈച്ച് അതർ ആൻഡ് ദേ കൺസ്റ്റിറ്റ്യൂട്ട്സ് ആൻ ആംഗിൾ സേ 7 ഡിഗ്രി ഞാൻ പറയുകയാണ്. 7 ഡിഗ്രി ആംഗിൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോന്നിൻ്റെ മാസ് എത്രയാണ്? 1 milligram ആട്ടോ, ഗ്രാം അല്ല, മില്ലിഗ്രാം ആണ്. അപ്പോൾ ചോദിക്കുകയാണ് ഇഫ് ദേ ആർ, സോ എന്താ സംഭവിക്കുക ഇവിടെ? ചാർജ് ക്യൂ നിങ്ങൾ ചാർജ് കൂട്ടിക്കൊടുത്താൽ കുറച്ച് ചാർജൊക്കെയാണ് എന്ത് ചെയ്യും? ചെറിയ സെപ്പറേഷൻ ഉണ്ടാവുള്ളൂ. ചാർജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഈ ആംഗിൾ ഇങ്ങനെ കൂടി 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 കൂടി. So for making the angle as 7 degree, what should be the charge? Length is given 10 centimeter. Length of the string is given 10 centimeter. അപ്പോൾ ഇങ്ങനെ 7 ഡിഗ്രി ഉണ്ടാക്കണമെങ്കിൽ എന്താവണം ഇതിൻ്റെ ചാർജ്? നമ്മളിനി ലെവൽ കൂടി കൂടിയാട്ടോ വരികയാണ്. നമ്മുടെ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നോക്കുന്ന സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ രണ്ട് ചാർജുകളാണ്. ചാർജുകൾക്ക് എന്തുണ്ടാവും? ഫോഴ്സ് ഉണ്ടാവും. വിച്ച് ഫോഴ്സ്? കൂളംബ് ഫോഴ്സ്. സിൻസ് ബോത്ത് ആർ പോസിറ്റീവ് ചാർജസ്, their force acts always along the line joining. So line joining, both are positive ആണ്, അതുകൊണ്ട് repulsive force. I am writing this is Coulomb's force, this is Coulomb's force. റെഡി? അപ്പോൾ ഒരു ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് Coulomb's ഫോഴ്സ്? നോക്കൂ, മാസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു മാസ് ഒരു സാധനം ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടാണ്. ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? എക്സാക്ട്ലി ടുവേർഡ്സ് ഡൗൺ വൺ ഫോഴ്സ്, ദാറ്റ് ഈസ് ദ വെയ്റ്റ് W is equal to mg. ഈ സൈഡിൽ എന്തുണ്ടാവും? W is equal to mg. അപ്പോൾ രണ്ട് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ഒന്ന് Coulomb's ഫോഴ്സ് ആണ്, ഓർ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണ്. ഒന്ന് ഡൗൺവേർഡ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്കറിയാം, 11ാം ക്ലാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്ട്രിങ്ങിൽ അല്ലേ? ഒരു സ്ട്രിങ്ങിൽ എപ്പോഴും എന്തുണ്ടാവും? ഇഫ് യു ആർ ഹാങ്ങിങ് സംതിങ്, വൺ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിന് നമ്മൾ വിളിക്കുക ടെൻഷൻ എന്നാണ് വിളിക്കുക. ആ ഫോഴ്സിന് നമ്മൾ വിളിക്കുക ടെൻഷനാണ്. ദാറ്റ് ടെൻഷൻ ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മാസ് അല്ലേ? അങ്ങനെയാണ് 11ാം ക്ലാസ്സിൽ പഠിക്കുക. ടെൻഷൻ ഈസ് ഓൾവേസ് എവേ ഫ്രം ദ മാസ്. മാസിൽ നിന്ന് ദൂരത്തിലേക്ക് പോവുക. സോ ദിസ് ഈസ് വാട്ട് യുവർ ടെൻഷൻ. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും? ടെൻഷൻ ഉണ്ടാവും. റൈറ്റ്? അപ്പം എത്ര ഫോഴ്സായി? 1, 2, 3 ഫോഴ്സായി. സേ ഐ എം ജസ്റ്റ് എക്സാക്ട്ലി ത്രൂ ദ മിഡിൽ, ഈ 7 ഡിഗ്രിയുടെ മിഡിൽ ഇട്ടാ. റെഡി? സോ ഐ ആം റിസോൾവിങ് ദിസ് ടെൻഷൻ. ഈ ടെൻഷനെ ഞാൻ 2 കോമ്പോണൻ്റ് ആയിട്ട് റിസോൾവ് ചെയ്യാണ്. വൺ ഈസ് വെർട്ടിക്കൽ, വൺ ഈസ് ഹൊറിസോണ്ടൽ അല്ലേ? ഈ ടെൻഷനെ 2 കോമ്പോണൻ്റ് ആയിട്ട് ഞാൻ റിസോൾവ് ചെയ്തു. ലെറ്റ് ദിസ് ആംഗിൾ, എനിക്ക് അറിഞ്ഞൂടാ, ലെറ്റ് ദിസ് ആംഗിൾ ഈസ് തീറ്റ. ലെറ്റ് ദിസ് ആംഗിൾ ഈസ് വാട്ട്? തീറ്റയാന്ന് വിചാരിക്കുക. ഫൈൻ. അപ്പോൾ ഞാൻ എഴുതാൻ പോവാണ് വാട്ട് ഇറ്റ് ഈസ് സെയിങ് ദാറ്റ്. പ്രോബ്ലത്തിൽ പറയുന്നത് ഈ രണ്ട് സാധനം എന്ത് ചെയ്തു? 2 മാസസ് ബാലൻസ്ഡ് ആയി. മാസസ് ബാലൻസ്ഡ് ആവുക. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇസ് സെയ്ഡ് ടു ബി ഇൻ റെസ്റ്റ് ഓർ ബാലൻസ്ഡ് മീൻസ് ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു 0. നെറ്റ് ഫോഴ്സ് എന്താവും? 0 ആവും. അപ്പോൾ നോക്കൂ, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് ഇല്ല, വെർട്ടിക്കൽ ഡയറക്ഷനിൽ നെറ്റ് ഫോഴ്സ് ഇല്ല. അപ്പോൾ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നോക്കൂ, ഈ ടെൻഷൻ, ഇഫ് ദിസ് ആംഗിൾ ഇസ് തീറ്റ, ഐ ക്യാൻ റിസോൾവ് ദിസ് കമ്പോണൻ്റ് അറ്റ് വാട്ട്? ഇഫ് ദിസ് തീറ്റ ഓൾട്ടർനേറ്റ് ആംഗിൾ ആണ്, ദിസ് വിൽ ബി തീറ്റ വരും. അപ്പോൾ ഇതെന്ത് ചെയ്യും? T cos തീറ്റ. ഇവിടെ എന്ത് വരും? T sin തീറ്റ. T cos തീറ്റ ആൻഡ് T sin തീറ്റ. ഫൈൻ. T cos തീറ്റ, T sin തീറ്റ. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ബാലൻസ്ഡ് ആവും ഫോഴ്സസ്. വെർട്ടിക്കൽ ഡയറക്ഷനിൽ ഫോഴ്സസ് എന്തുകൊണ്ടാണ് ബാലൻസ്ഡ് ആവുക? ഇറ്റ് ഈസ് ഈ പ്രോബ്ലത്തിൽ പറയുന്നതാണ്, ഈ 2 ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് ആൻഡ് ദേ സ്റ്റേഡ് as what? റെസ്റ്റ്. അവർ റെസ്റ്റിലായി. അപ്പോൾ ഞാൻ എഴുതുകയാണ്, ഇഫ് ഇറ്റ് ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്, വെർട്ടിക്കൽ ഫോഴ്സസ് ആർ ഈക്വൽ, ഹൊറിസോണ്ടൽ ഫോഴ്സസ് ആർ ഈക്വൽ. ഫിനിഷ്ഡ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ്? ഹൊറിസോണ്ടൽ ഫോഴ്സസ് T sin തീറ്റ. T sin തീറ്റ is equal to T sin തീറ്റ ബാലൻസ്ഡ് ബൈ Coulomb's force.
Similarly, T cos theta is balanced by mg. T sin theta balanced by Coulomb's force. T cos theta balanced by mg. അപ്പോൾ നിങ്ങൾക്ക് sin theta cos theta രണ്ട് ഇക്വേഷൻ നോർമലി നിങ്ങൾ എന്താ ചെയ്യുക? You will divide these two. നിങ്ങൾ ഡിവൈഡ് ചെയ്യൂലേ? അപ്പോൾ ടെൻഷൻ ക്യാൻസൽഡ്. sin theta by cos theta tan theta equal to Coulomb's force Fc divided by mg. Right? So in the cross multiply. So in this problem ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ പ്രോബ്ലത്തിൽ അവർ തീറ്റ വാല്യൂ, this total angle is 14, this theta is given 7 degree. Okay, ഇത് 7 degree, this is also 7 degree തന്നിരിക്കുന്നു. In this problem തന്നിട്ടുണ്ട് total angle is 14 degree ആണ്, 14 degree ആണ്, each angle is what? 7 degree. Right? അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ മൊത്തത്തിലാണ് പറഞ്ഞത്, മൊത്തത്തിലല്ല, each angle is 7 degree. Now I am saying ഇനി എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. tan theta tan 7 into mg equal to Coulomb's force. എന്താ Coulomb's force in the equation? Electrostatic force in the equation 1/4 pi epsilon 0 q1 q2 by r square. So 1/4 pi epsilon 0 q1 q2, ഇവിടെ q1 q1 q q2 q, so q into q I can say q square by distance. ഈ ഡിസ്റ്റൻസ് തന്നിട്ടില്ല, പകരം സ്ട്രിങ്ങിൻ്റെ ലെങ്ത്താണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ ഡിസ്റ്റൻസ് വേണം, ചാർജുകൾ തമ്മിലുള്ള ദൂരം വേണം. അപ്പോൾ ഞാൻ ഈ സ്മോൾ ട്രയാങ്കിൾ, ആ ഹാഫ് ട്രയാങ്കിൾ ഞാനിവിടെ കൺസ്ട്രക്ട് ചെയ്യാൻ പോവാണ്. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 10, ഈ ഹാഫ് ട്രയാങ്കിൾ കേട്ടോ, ദിസ് ട്രയാങ്കിൾ. റെഡി? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് 10, ദിസ് ആംഗിൾ ഇസ് ഗിവൺ 7 degree. എനിക്കെന്താ വേണ്ടത്? ഐ നീഡ് ഓപ്പോസിറ്റ്. അപ്പോൾ ഞാൻ എഴുതും sin theta is equal to sin 7, sin theta opposite by hypotenuse. Sin 7 is equal to opposite, I am writing it as x, so which is equal to x by hypotenuse is given 10. So x is equal to, I can say x is equal to 10 sin 7. അപ്പോൾ ഇനി തുടങ്ങിയിട്ട് ഇങ്ങനെയൊന്നും എഴുതാൻ പോകരുത്, എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് ആണ് വേണ്ടത്, ഓപ്പോസിറ്റ് സൈൻ 10 sin 7. ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഇതായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 10 cos 7, 10 sin 7. അപ്പോൾ x is equal to, എനിക്ക് കിട്ടുകയാണ് ഈ ദൂരം 10 sin 7 ആണ്. ദിസ് ഡിസ്റ്റൻസ് ഈസ് 10 sin 7. ഐ നീഡ് ടോട്ടൽ ഡിസ്റ്റൻസ്. മൊത്തം ദൂരം വേണമെങ്കിൽ 10 sin 7 plus 10 sin 7, 10 sin 7 plus 10 sin 7, that is 2 times 10 sin 7 is my distance. ഡിസ്റ്റൻസ് എത്രയാണ്? 2 times 10 sin 7. So 2 times 10 sin 7 the whole square. So tan 7 തന്നിരിക്കുന്നു. So tan 7 into mass 1 milligram, 1 into milli 10 to the power minus 3, gram to kilogram again 10 to the power minus 3. അപ്പോൾ ഇത് തെറ്റിക്കരുത്. മില്ലിഗ്രാമിലാണെങ്കിൽ ഡയറക്റ്റ്ലി ഒരു 10 to the power minus 3 മതി. 2 ഗ്രാം ആണെങ്കിൽ, 2 മില്ലിഗ്രാം ആണെങ്കിൽ എന്ത് ചെയ്യണം? 2 വട്ടം. ഫസ്റ്റ് മില്ലിയെ മാറ്റണം, പിന്നെ ഗ്രാമിനെ മാറ്റണം. സോ ഇൻറ്റു ജി വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് 9.8. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ 9.8, which is equal to 1/4 pi epsilon 0. ഇതെന്താണ്? 9 into 10 to the power 9. That is coming to this side. 9 into 10 to the power 9. So this one is going on top. അല്ലേ? അപ്പോൾ ഇത് മുകളിലേക്ക് പോകും. അപ്പോൾ എന്ത് വരും? 2 square is 4 into 10 sin 7 whole square, which is equal to what? Q square. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടത്? What is the question? What should be the charge? അതിലെ ചാർജ് എത്രയാണ്? So Q is equal to under root ആൻസർ. ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക, നോട്ടിൽ ഫോട്ടോ എടുക്കുക, സാർക്ക് അയച്ചു കൊടുക്കുക കേട്ടോ. വാട്ട് ഈസ് ദ ആൻസർ? വാട്ട് ഷുഡ് ബി ദ ചാർജ്? അപ്പോൾ രണ്ടാമത്തെ ചോദ്യം വരുമ്പോഴേക്കും കുറച്ചുകൂടെ കടുപ്പായി. ഞാൻ പറഞ്ഞു മെല്ലെ കയറിയ വരിക. 2 ചാർജ് പാർട്ടിക്കിൾ നിങ്ങൾ വെച്ചു. അത് സെൻറ്ററിൽ 7 ഡിഗ്രി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം ചാർജ്? ഫസ്റ്റ് നമ്മളെല്ലാ ഫോഴ്സും എഴുതുകയാണ്. Coulomb's force, tension mg. ടെൻഷൻ നമ്മൾ റിസോൾവ് ചെയ്തു. ഇഫ് ദ ബോഡി ഈസ് ബാലൻസ്ഡ്, അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ഡൗൺവേർഡ് ഫോഴ്സ്, ഫോർവേഡ് ഫോഴ്സ് ഈക്വൽ ടു ബാക്ക്വേർഡ് ഫോഴ്സ്. ബാലൻസ് ചെയ്ത ഫോഴ്സ് എഴുതി ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? tan theta ഇക്വേഷൻ കിട്ടി. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ, you will get the answer. That is your question number 2. Now question number 3. Before മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത 2 ചാർജ് പാർട്ടിക്കിൾ ഉള്ളപ്പോഴാണ് Q1 ആൻഡ് Q2. അപ്പോൾ നോക്കുന്നു, എനിക്കിവിടെ ഒരു ചാർജ് ഉണ്ട് Q1, ഇവിടെ ഒരു ചാർജ് ഉണ്ട് Q2. ചാർജ് Q1 ഉണ്ട്,
ചാർജ് Q2 ഉണ്ട് അല്ലേ? അപ്പോൾ എന്താ എൻ്റെ ഫോഴ്സിൻ്റെ ഇക്വേഷൻ? So this charge particle creates a force which is acting along the line joining in this direction. This is a force acting on 1 due to 2. ഇനി ഞാൻ പറയുകയാണ്, ഞാനിവിടെ വേറെ തേർഡ് ചാർജ് വെക്കുക. അപ്പോൾ നോക്കൂ, ഈ ചാർജ് തമ്മിൽ ഓൾറെഡി ഒരു ഫോഴ്സ് ഉണ്ട്. മൂന്നാമതൊരു ചാർജ് വെച്ചിട്ട് എന്ത് സംഭവിക്കും? സിൻസ് ചാർജാണ്, ഈ ചാർജും തമ്മിൽ ഉണ്ടാവും ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. That force is always acting along this line joining. This is force acting on 1 due to 3. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർത്ത് ചാർജ് വെക്കുകയാണ് അല്ലേ? അപ്പോൾ എന്തായിരിക്കും? ഒരു ഫോഴ്സ് ഉണ്ടാവും. ദാറ്റ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ദിസ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ 1 ഡ്യൂ ടു ഫോർത്ത് ചാർജ്. അപ്പോൾ അങ്ങനെ കുറേ ചാർജ് വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും ടോട്ടൽ ഫോഴ്സ്? വി ക്യാൻ സേ F ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു F12 പ്ലസ് F13 പ്ലസ് F14 എക്സെട്ര vector sum. Since all the forces are vectors, you need to find vector sum of all the forces. That's all. So നമുക്ക് പറയാൻ കഴിയും, the presence of the third charge will not change or will not alter the magnitude of the force due to the second charge. നിങ്ങളിവിടെ ഓൾറെഡി സെക്കൻഡ് ചാർജ്, ആദ്യത്തെ രണ്ട് ചാർജുകൾ വെച്ചപ്പോൾ ഞാൻ പറയുകയാണ് ഇതൊരു 10 ന്യൂട്ടൺ ആണെന്ന് കൂട്ടുക. 10 ന്യൂട്ടൺ ആണ്. മൂന്നാമത്തെ ചാർജ് കൊണ്ടുവെക്കുമ്പോൾ ദിസ് 10 ന്യൂട്ടൺ വിൽ നോട്ട് ചേഞ്ച്. ഈ 10 ന്യൂട്ടൺ മാറില്ല. പക്ഷെ എന്താ മാറുക? ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ വിൽ ചേഞ്ച്. സോ ദ ഫസ്റ്റ് ഫോഴ്സ് വിൽ റിമെയിൻ സെയിം. സോ വേറൊരു ഫോഴ്സോട് വരുമ്പോൾ എന്താ ടോട്ടൽ എഫക്റ്റ് വരിക? ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ചാർജ് പാർട്ടിക്കിൾ സെയിം, ഫസ്റ്റ് ഫോഴ്സ് വിൽ ചേഞ്ച്, ഫസ്റ്റ് ഫോഴ്സ് റിമെയിൻസ് സെയിം. റെഡി? അപ്പം നാലാമത്തെ വെക്കുമ്പോൾ അഗെയിൻ ദിസ് ഫോഴ്സ് വിൽ നോട്ട് ചേഞ്ച്. ഇത് മാറില്ല, ഈ രണ്ട് ഫോഴ്സുകൾ മാറില്ല, ബട്ട് ടോട്ടൽ ഫോഴ്സ് വിൽ ചേഞ്ച്. അപ്പോൾ ഇതാണ്, ഈ ലോനെയാണ് നമ്മൾ എന്ത് പറയുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നാ പറയുക. സൂപ്പർ പൊസിഷൻ, ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ചാർജ് പാർട്ടിക്കിൾ is the vector sum of all the forces acting on it by the nearby charges. Total force acting on a charge particle is the vector sum of all the forces acting on it by the nearby charges. Ready? So that is എന്താ പറയുക? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്നാണ് പറയുക. അപ്പോൾ ഇതിൻ്റെ യൂസ് കാണിച്ചു തരാം. ഈ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം കൂളംസ് ലോ തന്നെ വെച്ചിട്ട് ഓൺലി ബൈ ദ കൂളംസ് ലോ യു കാൺ സോൾവ് മച്ച് പ്രോബ്ലംസ്. സോ ഇൻ അഡീഷൻ വിത്ത് കൂളംസ് ലോ യു നീഡ് വൺ മോർ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. നോക്കിക്കോളൂ. കൺസിഡർ എ ട്രയാങ്കിൾ ABC. എയിൽ വെക്കുന്നു പ്ലസ് ക്യൂ ചാർജ്, ബിയിൽ വെക്കുന്നു പ്ലസ് ക്യൂ ചാർജ്, സിയിൽ വെക്കുന്നു പ്ലസ് ക്യൂ ചാർജ്. വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ്? സോ ഈച്ച് സൈഡ് ഈസ് A. What is the total force acting on B? What is the total force acting on this charge particle? We need to find. Say this is positive, this is positive. Positive എന്താ ചെയ്യുക? റിപ്പൽ ചെയ്യുന്നു. So this is the force acting on B due to A. ഈസിയാണ്. ഫോഴ്സ് ആക്ടിങ് ഓൺ B ഡ്യൂ ടു C. അപ്പോൾ ഈ ചാർജ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഉണ്ടാവും, ഈ ചാർജ് തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ. എന്തുകൊണ്ടാണ് റിപ്പൽഷൻ വരിക? പോസിറ്റീവ് റിപ്പൽഷനാണ്. അപ്പോൾ ദിസ് ഈസ് എ ഫോഴ്സ് ആക്ടിങ് ഓൺ ബിയിലുള്ള ഫോഴ്സ് ആര് കാരണം? A കാരണം. ഫോഴ്സ് ആക്ടിങ് ഓൺ B ഡ്യൂ ടു A. റൈറ്റ്? പിന്നെ എന്ത് ചെയ്യുക? ടോട്ടൽ ഫോഴ്സ് കാണണമെങ്കിൽ ടോട്ടൽ ഫോഴ്സ് 2 വെക്ടർ സം കാണണം. അപ്പോൾ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഇക്വേഷൻ ഉണ്ട്, വെക്ടർ ഇക്വേഷൻ. ലാസ്റ്റ് ഇയർ 11th സ്റ്റാൻഡേർഡ് വെക്ടർ A plus B is equal to what we can say? Vector A plus B is equal to square root of what? A square plus B square plus 2AB cos theta. 2AB cos. ഇതിങ്ങനെ ഇക്വേഷൻ ഉണ്ടാവും അല്ലേ? വെക്ടർ A plus B വെക്ടർ ഇക്വേഷനാണ്. രണ്ട് വെക്ടർ തന്നാൽ അതിൻ്റെ സം കാണാൻ എന്ത് ചെയ്താൽ മതി? A square plus B square plus 2AB cos theta, where theta is the angle between the vectors. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇവിടെ ഒരു വെക്ടർ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതി നോക്കാം. എന്താ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വരിക? 1/4πε0. 1/4πε0 ഞാൻ K എന്ന് വായിക്കുന്നു. K Q1 Q2 Q ഇൻറ്റു Q എന്താണ്? Q സ്ക്വയർ ബൈ എന്താ ഡിസ്റ്റൻസ്? A സ്ക്വയർ. K Q സ്ക്വയർ ബൈ A സ്ക്വയർ. അപ്പോൾ ഇത് നോക്കട്ടെ, ഇവിടെ എന്താണ് വരിക? 1/4πε0 K. റൈറ്റ്? Q
q1 q2 plus q again q square divided by what? A square. Distance is same, a square. അപ്പോൾ നോക്കൂ, രണ്ടിൻ്റെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ ഞാൻ ഈക്വൽ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഫോഴ്സ് ആണെങ്കിൽ ഞാൻ എന്ത് എഴുതും? ബോത്ത് ആർ എഫ്. അപ്പോൾ ഐ നീഡ് ടു ഫൈൻഡ് വെക്ടർ സം. ഹൗ ടു ഫൈൻഡ് വെക്ടർ സം ഓഫ് ടു വെക്ടേഴ്സ് എഫ് ആൻഡ് എഫ്? എഫ് ആൻഡ് എഫ് ഈസിയാണ്. എങ്ങനെ ചെയ്യണം? റിസൾട്ടൻ്റെ ടോട്ടൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടോട്ടൽ എഫ് ടോട്ടൽ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താണ്? രണ്ടും എഫ് ആണ് അല്ലേ? അപ്പോൾ ഏതാ ഇക്വേഷൻ? രണ്ടും വെക്ടർ ആണെങ്കിൽ വെക്ടർ ഇക്വേഷൻ. ഇപ്പോൾ ഇനിയുള്ള പ്രോബ്ലം മൊത്തം നമ്മൾ വെക്ടർ ഇക്വേഷൻ വെച്ചാൽ പോവാം. വെക്ടർ ഇക്വേഷൻ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab cos theta, എ സ്ക്വയർ എഫ് സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ അഗെയിൻ എഫ് സ്ക്വയർ, ഫസ്റ്റ് വെക്ടർ എഫ് സെക്കൻഡ് വെക്ടർ എഫ് പ്ലസ് 2ab പ്ലസ് 2a is again f, b is again f, 2ab cos. Say equilateral triangle means angle is 60 degree. If this angle is 60, angle between these two vector will be 60 degree, cos 60, which is equal to f square plus f square, 2f square, root of 2f square plus 2f square cos 60, 1 by 2, 2 cancelled, 2f square plus f square, 3f square, so which is equal to that 3f square, root 3f square, f square is coming out, remaining will be root 3f. So I can say total force equal to root 3 times f. What is f? kq by kq square by a square. Final answer. What is the direction? It is exactly acting in between these two forces. Why? Because the magnitudes are same. So final answer root 3 times kq by a square direction. This is what? F total. So what is the technique for the further problem? A square plus b square plus 2. Two vectors are given. A square plus b square plus 2ab cos theta. This is your next problem. അടുത്ത ചോദ്യത്തിലേക്ക് വരികയാണ്. എനിക്ക് ട്രയാങ്കിൾ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. This is for you. Here plus q, here plus q, here minus q. ഞാൻ പറയാണ് A, B, C. What is the total force acting on this minus q? Total force acting on this minus q. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം. One force plus and minus one attractive force will be there in this direction. This is the force acting on C due to A. അല്ലേ? ഇനി ഉണ്ടാവും ഒരു ഫോഴ്സ് ഉണ്ടാവും. This force, since both are oppositely charged, ഈ ഡയറക്ഷനിൽ ഫോഴ്സ് ആക്ടിങ് ഓൺ C due to B. അപ്പോൾ നിങ്ങൾ എന്ത് എഴുതണം? നെക്സ്റ്റ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് കെ ക്യൂ. സി ഈ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ മാഗ്നിറ്റ്യൂഡ് എഴുതുക, നോ നീഡ് ടു കൺസിഡർ ദ സൈൻ. അപ്പോൾ ഞാൻ എഴുതുന്നു ഇവിടുത്തെ മാഗ്നിറ്റ്യൂഡ് എത്ര വരിക? കെ ഇൻറ്റു q1 q2 q സ്ക്വയർ ബൈ എ സ്ക്വയർ ഇഫ് ഓൾ ദ ഡിസ്റ്റൻസസ് ആർ എ. ഇവിടെ എന്താ വരിക? അഗെയിൻ കെ ക്യൂ സ്ക്വയർ ബൈ എ സ്ക്വയർ ഇഫ് മാഗ്നിറ്റ്യൂഡ്സ് ആർ സെയിം. എന്താ നമ്മുടെ ഐഡിയ? മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ ആണെങ്കിൽ നമ്മളത് എഴുതണം എഫ് എന്നെഴുതണം. നമ്മൾ ഇവിടെ എഴുതണം എഫ് എന്നെഴുതണം. If two vectors are given, vector equation root of a square plus b square plus 2ab cos theta. What is the angle? Theta is equal to 60. Substitute, you will get the final answer as root 3f. Same topic ആണ് root 3f. അപ്പോൾ ചാർജ് ഒന്നും മാറിയാലും പേടിക്കണ്ട, ഡയറക്ഷൻ മാറും. It is coming inward. Before it was going outward. Direction exactly in between these angles. In this direction, resultant force വരും. Fine. So this is only for your knowledge. ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് തന്നെ വരണില്ല, നെഗറ്റീവ് വന്നാലും ഫോഴ്സ് വരാം. നെക്സ്റ്റ് പറയുന്നു, അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. നിങ്ങൾക്ക് ഒരു ഒരു സ്ക്വയർ ഉണ്ട് പ്ലസ് ക്യൂ ആൻഡ് മൈനസ് ക്യൂ. Right? So this is A, B, C, D. Question: what is the total force? What is the total force acting on this charge minus Q? Minus Q ഉള്ള ഫോഴ്സ് എത്രയാണ്? റെഡി? അപ്പോൾ മൈനസ് Q ഉള്ള ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പം എത്ര ഫോഴ്സ് ഉണ്ടാവും? This charge will create a force, this charge will create a force, this charge will create a force. അപ്പോൾ നോക്കുകയാണ്, പോസിറ്റീവ് വൺ പോസിറ്റീവ് ആണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. ദിസ് ഈസ് ദ ഫോഴ്സ് ആക്ടിങ് ഓൺ ബി ഡ്യൂ ടു സി. ഇൻ ദിസ് ഡയറക്ഷൻ വൺ ഫോഴ്സ് അട്രാക്റ്റീവ് ആണ്,
force acting on B due to A. നോക്കൂ, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട്. സോ ഓൺ ദ ലൈൻ ജോയിനിങ് ദ ചാർജസ് one force will be there in this direction. This is the force acting on B due to D. So മൂന്ന് ഫോഴ്സസ്, ഫോഴ്സ് ബി സി, ബി ഡി ആൻഡ് ബി എ, റൈറ്റ്? അപ്പോൾ നോക്കുന്ന സമയത്ത് സേ ദിസ് ഇസ് എ സ്ക്വയർ ഓഫ് സൈഡ് എ, സ്ക്വയർ ഓഫ് സൈഡ്. ഈ രണ്ട് ചാർജുകൾ ഈക്വൽ ആണ്, ഈ രണ്ട് ചാർജുകൾ ഈക്വൽ ആണ്. ഡിസ്റ്റൻസ് എ ആണ്, ഡിസ്റ്റൻസ് എ ആണ്. സോ ദിസ് ഫോഴ്സ് ആൻഡ് ദിസ് ഫോഴ്സ് വിൽ ബി ഈക്വൽ. എഫ് ബി സി, ഐ ക്യാൻ സേ എഫ് ബി സി ഈക്വൽ ടു എഫ് ബി എ ഈക്വൽ ടു എഫ് എന്ന് എഴുതണം. എന്താ ഇത് എഫ് എന്ന് എഴുതണം, റൈറ്റ്? അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നമ്മൾ ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കും. ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് അതിനോട് ഇത് ആഡ് ചെയ്താൽ മതി, ബിക്കോസ് റിസൾട്ടൻ്റ് എക്സാക്ട്ലി പാസ് ചെയ്യുക ഇതിലൂടെയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ രണ്ട് ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ്? അപ്പോൾ ആദ്യം നിങ്ങൾ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അപ്പോൾ ബോത്ത് ആർ എഫ്, ഇതും എഫ് ആണ്, ഇതെന്താണ്, എഫ് ആണ്. അപ്പോൾ റിസൾട്ടൻ്റ് ഇക്വേഷൻ, റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എ സ്ക്വയർ എത്രയാണ്? എഫ് സ്ക്വയർ. ബി സ്ക്വയർ അഗെയിൻ എഫ് സ്ക്വയർ. എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab, ബോത്ത് ആർ എഫ് ആണ് അല്ലേ? അപ്പോൾ 2ab കോസ് തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ദ വെക്ടേഴ്സ്. ഒരു വെക്ടർ ഇങ്ങോട്ട്, ഒരു വെക്ടർ ഇങ്ങോട്ട്. ആംഗിൾ ഈസ് വാട്ട്? 90 ഡിഗ്രി. ആംഗിൾ 90 ഡിഗ്രിയാണ്. സോ കോസ് 90, കോസ് 90 0. അപ്പോൾ ഈ ടേം ഉണ്ടാവില്ല. സോ റിസൾട്ടൻ്റ് ഇസ് ഈക്വൽ ടു എത്രയാണ്? എഫ് സ്ക്വയർ പ്ലസ് എഫ് സ്ക്വയർ 2f സ്ക്വയർ. സോ റൂട്ട് ഉള്ളത് കൊണ്ട് റൂട്ട് 2 ഇരിക്കും, എഫ് സ്ക്വയറിൽ എഫ് ഔട്ട്, റൂട്ട് 2f. സോ ഈ ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഓൾറെഡി ആയി നമുക്ക് കിട്ടി. ദിസ് ഈസ് വാട്ട്? റൂട്ട് 2f. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ടോട്ടൽ ഫോഴ്സ് ഈക്വൽ ടു എഫ് ബി ഡി പ്ലസ് റൂട്ട് 2f. ടോട്ടൽ 3, അല്ല സാറേ ടോട്ടൽ 3 ഫോഴ്സ് ഉണ്ടല്ലോ സാർ, ഇപ്പം എന്താ 2 ഫോഴ്സ് എഴുതിയത്? കാരണം ഈ 2 ഫോഴ്സിൻ്റെ റിസൾട്ടൻ്റ് ടോട്ടൽ നമ്മൾ എന്താക്കി? ഒറ്റ ഫോഴ്സ് ആക്കി. അപ്പോൾ ഇനി രണ്ടെണ്ണം ആഡ് ചെയ്യുന്നതിന് പകരം ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എഫ് ബി ഡി പ്ലസ് റൂട്ട് 2f. അപ്പോൾ എഫ് ബി ഡി പറഞ്ഞു നോക്കൂ. എഫ് ബി ഡിയുടെ ഇക്വേഷൻ ആണ് കെ Q1 Q2 Q into Q സ്ക്വയർ ബൈ ഡിസ്റ്റൻസ്. എത്ര ഡിസ്റ്റൻസ് വരിക? ഇത് എ ആണ്, ഇത് എ ആണ്. വലിയ ക്ലാസ്സാണ്, 12th ആണ്. ഇറ്റ് വിൽ ബി റൂട്ട് 2a, a റൂട്ട് 2a, 5 റൂട്ട് 2 into 5 റൂട്ട് 2, 8 റൂട്ട് 2, a റൂട്ട് 2, റൈറ്റ്? അപ്പോൾ ഈ ഡിസ്റ്റൻസ് വരിക a റൂട്ട് 2 ആണ്. a റൂട്ട് 2 ഹോൾ സ്ക്വയർ പ്ലസ് റൂട്ട് 2 ടൈംസ്. അപ്പോൾ എന്താ എഫ്? ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു, പറഞ്ഞു നോക്കൂ, എഫ് ഇസ് ഈക്വൽ ടു കെ Q1. ഹിയർ വി ക്യാൻ സേ എഫ് ഇസ് ഈക്വൽ ടു കെ Q1 ഐ മീൻ Q സ്ക്വയർ ബൈ ഡിസ്റ്റൻസ് a സ്ക്വയർ, നോ ഡൗട്ട് a സ്ക്വയർ. സോ റൂട്ട് 2 ടൈംസ് കെ Q സ്ക്വയർ ബൈ a സ്ക്വയർ, റൂട്ട് 2 ടൈംസ് കെ Q സ്ക്വയർ ബൈ a സ്ക്വയർ. ഫൈൻ. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഒന്ന് പുറത്തേക്ക് എടുത്തോളൂ. കോമൺ ആയിട്ടുള്ള പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ കെ Q സ്ക്വയർ, a square is also common, say a square is also common, remaining root 2 square 2. So 1/2 plus root 2. ഇനി നിങ്ങൾ വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തോളാം. കെ Q സ്ക്വയർ ബൈ a സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 2 റൂട്ട് 2 ബൈ 2. ഫൈനൽ ആൻസർ. നല്ല പ്രോബ്ലം അല്ലേ? ആദ്യം എന്ത് ചെയ്തു? ഈ 2 ഫോഴ്സിന് എഫ് എന്ന് വായിച്ചു. എന്താ എഫ്? കെ Q സ്ക്വയർ ബൈ a സ്ക്വയർ, കെ Q സ്ക്വയർ ബൈ a സ്ക്വയർ, കെ Q സ്ക്വയർ ബൈ a സ്ക്വയർ. അതിൻ്റെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കുന്നു, റൂട്ട് 2f. ആ റിസൾട്ടൻ്റ് ആ മൂന്നാമത്തെ ഫോഴ്സിലൂടെ കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ആൻസർ കിട്ടി. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളിലെ നല്ലൊരു ചോദ്യമാണ്. റെഡി? അപ്പോൾ അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് പ്രോബ്ലംസ്. ഇനി നമുക്ക് ഈ ടോപ്പിക്കിൽ തന്നെ, കുളംസിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 പ്രോബ്ലംസ് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 3 പ്രോബ്ലംസ് ഇക്വിലിബ്രിയം പ്രോബ്ലംസ് ആണ്, ടൈം പീരീഡ് പ്രോബ്ലമാണ്.
അപ്പോൾ എൻട്രൻസിനൊക്കെ നിങ്ങൾ എൻട്രൻസിൻ്റെ ആ ക്വസ്റ്റ്യനൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസൊക്കെ എടുത്തു നോക്കിയാൽ റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിലാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ മാത്രം ഡിസ്കസ് ചെയ്യും. ആ ക്വസ്റ്റ്യനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ് ടു ദാറ്റ് ടൈം സ്റ്റേ ഹോം, സ്റ്റേ സേഫ്, ബൈ ബൈ.